നമസ്കാരം. ഗ്രന്ഥി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് ഗ്രന്ഥികളാണ് അല്ലേ? ഒന്ന് കണ്ണുനീർ ഗ്രന്ഥിയും രണ്ട് ഉമിനീർ ഗ്രന്ഥിയും. ശരിയല്ലേ? അതായത് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ പണ്ട് ഗ്ലാൻഡ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു സാക്ക് പോലെ, ഒരു ചെറിയ ബാഗ് പോലത്തെ ഒരു വസ്തു, അതിൽ നിന്നൊരു ട്യൂബ് പുറത്തേക്ക് വരുന്നു. ആ ട്യൂബിലൂടെ ഈ ബാഗിൻ്റെ അകത്ത് നിറഞ്ഞിരുന്ന എന്തോ ഒരു ദ്രാവകം, അതോ എന്തെങ്കിലും ഒരു സാധനം ഈ ട്യൂബിലൂടെ ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് വരുന്നതായിട്ടാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു രൂപം ഗ്രന്ഥി എന്നുള്ള വാക്കിൻ്റെ. മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ട്യൂബൊന്നും ആവശ്യമില്ല. ചില ഗ്രന്ഥികൾ ട്യൂബില്ലാതെ തന്നെ അവർ ഉണ്ടാക്കുന്ന ആ ഉൽപ്പന്നം നേരെ രക്തത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആദ്യത്തെ ഇനം ഗ്രന്ഥികളെ എക്സോക്രൈൻ ഗ്ലാൻസ് എന്നും, അതായത് ഈ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ആ ഗ്രന്ഥിയുടെ ഉൽപ്പന്നം ട്യൂബ് വഴി, അതായത് ഒരു ട്യൂബ്, ഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്യൂബ് വഴി, ഈ എ സിയുടെ ഡക്ട്സൊക്കെ ഇല്ലേ നമ്മുടെ വീടുകളിൽ, അതേപോലെ അതിനാണ് ഈ ഡക്റ്റ് എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ ഡക്റ്റ് വഴി പുറത്തേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു രീതി. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഡക്റ്റിന് ഒരു നീളത്തിൽ കൂടുതൽ പോകാൻ പറ്റില്ല. ശരിയല്ലേ? അതിൻ്റെ നീളം പരിമിതമാണ്. ഒരു നീളത്തിന് കൂടുതൽ നമുക്ക് ട്യൂബ് ഇടാൻ പറ്റില്ല. അത് എ സിക്കാണെങ്കിലും ശരി, ഗ്രന്ഥിക്കാണെങ്കിലും ശരി. പക്ഷെ ട്യൂബ് ഇല്ലെങ്കിലോ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരം പോലത്തെ രക്തം എല്ലായിടത്തും എത്തുന്ന ഒരു ഇതിന് സ്ട്രക്ചർ ഉള്ളപ്പോൾ നമുക്ക് ട്യൂബ് ഇല്ലാതിരിക്കുന്നതാണ് കുറേയും കൂടി നല്ലത്. എസ്പെഷ്യലി ആ ഉൽപ്പന്നം ദൂരസ്ഥലങ്ങളിൽ ചെന്ന് അതിൻ്റെ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ട്യൂബ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്യൂബ് ഒരു പ്രത്യേക റൂട്ടിലൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റോഡ് വഴി തന്നെ, അല്ലെങ്കിൽ റെയിൽ വഴി ഞാൻ യാത്ര ചെയ്യണം അല്ലേ? എന്നാൽ ഞാൻ പറന്നു പോകുമ്പോൾ, അതായത് അവിടെ റോഡൊന്നുമില്ല, ഒരു വെൽ ഡിമാർക്കേറ്റഡ് റോഡൊന്നുമില്ല, എനിക്ക് എങ്ങനെ വേണമെങ്കിലും പറന്നു പോകാം. നേരിട്ട് പറന്നു പോകാം, കുറച്ച് കറങ്ങി തിരിഞ്ഞു പോകാം, ഇങ്ങനെ പോകാം, മുകളിൽ കൂടി അങ്ങനെയൊക്കെ പോകാം, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരു ഉൽപ്പന്നം ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ട്യൂബ് വഴിയാകാം, ട്യൂബ് ഇല്ലാത്ത മാർഗങ്ങളിലും ആവാം. അപ്പോൾ ആദ്യത്തേനും ട്യൂബ് ഉള്ളതിന് എക്സോക്രൈൻ ഗ്ലാൻഡിനും, ട്യൂബ് ഇല്ലാത്തതിന് എൻഡോക്രൈൻ ഗ്ലാൻഡ്, അതായത് എൻഡോക്രൈൻ ഗ്രന്ഥികളെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്നുള്ള വാക്ക് നിങ്ങൾ മിക്കവാറും എല്ലാവരും കേട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്താണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത? ഇതിനെക്കുറിച്ച് എന്തിനാണ് ഈ സ്പെഷ്യലൈസേഷനും സൂപ്പർ സ്പെഷ്യലൈസേഷനൊക്കെ വന്നിരിക്കുന്നത്? എൻഡോക്രൈനോളജി എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ്? എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോർമോൺസ് എന്ന് പറഞ്ഞ രാസപദാർത്ഥങ്ങൾ, ശരീരത്തിൻ്റെ ചില പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ രാസപദാർത്ഥങ്ങൾ പൊതുവെ അവയുടെ പ്രവർത്തനം വളരെ ദൂരസ്ഥലങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതായത് ഒരു എൻറ്റയർ സ്പെക്ട്രം നമുക്ക് സങ്കല്പിക്കാവുന്നതിലും ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് ഹോർമോൺസ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഹോർമോൺസാണ് നമ്മളെ ചലിപ്പിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഹോർമോൺസാണ് നമ്മുടെ മൂഡ്, എൻ്റെ ഇപ്പോഴത്തെ മൂഡ് എന്താണ് അത് തീരുമാനിക്കുന്നതും, എനിക്ക് വിശക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതും, ഞാൻ കിടന്നുറങ്ങുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതും, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഹോർമോൺസ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ്. അപ്പോൾ ഇവയെ നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, ബയോകെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് വിശേഷിപ്പിക്കാം. ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന അപ്പോൾ ഒരു കോശത്തിൽ ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പക്ഷേ ഇവർ പ്രവർത്തിക്കുന്ന വളരെ ദൂര സ്ഥലങ്ങളിലായിരിക്കും. ഓർമ്മ വേണം. അപ്പോൾ ചില ഗ്രന്ഥികൾ എക്സോക്രൈൻ ട്യൂബ് വഴി അവയുടെ അടുത്തുള്ള ഭാഗത്ത് പ്രവർത്തനം നടത്താൻ ഒരു വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ ഉമിനീർ ഗ്രന്ഥി തൊട്ടടുത്ത് കിടക്കുന്ന വായയിലേക്ക് ഉമിനീര് തള്ളിവിടും അല്ലേ? കണ്ണുനീർ ഗ്രന്ഥി കണ്ണിൻ്റെ അകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കണ്ണിൻ്റെ നനയ്ക്കാനും കണ്ണിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്യാൻ, അതായത്
അഴുക്ക് പോലെ അല്ലെങ്കിൽ രോഗാണുക്കളെ വാഷ് ഔട്ട് ചെയ്യാനും ഉപകരിക്കുന്നു. അതായത് തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ പ്രവർത്തന മേഖല. എന്നാൽ ഇനിയിപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ഗ്രോത്ത് ഹോർമോൺ, തലച്ചോറിലിരിക്കുന്ന ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ശരീരത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള പാദത്തിലെ അസ്ഥികൾ വളരാൻ കാരണമാവുന്നുണ്ടെങ്കിൽ അത് തലച്ചോറിൽ നിന്ന് പ്രവഹിച്ച് രക്തത്തിലേക്ക് കയറി, രക്തചംക്രമണത്തിൽ കയറി അതിൻ്റെ ടാർജറ്റിലെത്തി ആ ടാർജറ്റിൽ സ്പെഷ്യലൈസ്ഡ് റിസപ്റ്റേഴ്സിൽ ചെന്ന് പിടിച്ച്, അതായത് ഒരു താക്കോൽ ആ താക്കോൽ ദ്വാരത്തിലേക്ക് മാത്രമേ കയറി പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ? ഒരു താക്കോൽ, ശരിയല്ലേ? അതേപോലെ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെ പ്രവർത്തിച്ച് അതിൻ്റെ ഫലം ദൃശ്യമാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ചില ഗ്രന്ഥികൾ എക്സോക്രൈൻ ഉണ്ട്, ചിലത് എൻഡോക്രൈൻ ഉണ്ട്. ഇനിയിപ്പോൾ ശരീരത്തിൽ ഒരു അവയവം ഇത് രണ്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവയവമാണ്. എക്സോക്രൈൻ പ്രവർത്തനമുണ്ട്, എൻഡോക്രൈൻ പ്രവർത്തനമുണ്ട്. അതിലുപരി ഇവനൊരു വല്ലാത്തൊരു അവയവമാണ്. എന്താ കാരണം? സ്വയം നശിപ്പിക്കാനും മറ്റുള്ളവയൊക്കെ നശിപ്പിച്ച് തീർക്കാനും ഉള്ള മഹാകഴിവുള്ള, അതായത് മഹാത്ഭുതകാരിയായ കഴിവുള്ള ഒരു അവയവമാണിത്. ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ആയുധ ശേഖരം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് ബോംബുകളാണ്, കുറേ ബോംബുകൾ ഒരുമിച്ച് നിരത്തി വെച്ചിരിക്കുന്ന പോലെയാണ്. ഇതൊരു അതിശയോക്തിയല്ല, ഇതൊരു മഹാത്ഭുതവും അതിശയവും ആയിട്ടുള്ള ഒരു അവയവമാണ്. അതിനെയാണ് ആഗ്നേയ ഗ്രന്ഥികൾ അല്ലെങ്കിൽ പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് പലരും കേൾക്കാത്ത ഒരു ഗ്രന്ഥിയാണ്. എല്ലാവരും കിഡ്നിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, തലച്ചോറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഹാർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ? പക്ഷേ ആഗ്നേയ ഗ്രന്ഥികളോ അല്ലെങ്കിൽ പാൻക്രിയാസ് എന്ന് പലരും കാണാറില്ല. ഞാൻ കാണാറില്ല. ഞാൻ സംസാരിക്കുമ്പോൾ പാൻക്രിയാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ലായിരുന്നു. എനിക്കൊക്കെ അറിയില്ലായിരുന്നു, പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടത്. അപ്പോൾ ആമാശയം എന്ന് പറഞ്ഞാൽ അവയവത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് ഈ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ. പാൻക്രിയാസ് ഒരു സോളിഡ് ഓർഗൻ അല്ല. അതായത് ഒരു മാംസളമായ വളരെ ഫ്ലഷി ആയിട്ടുള്ള ഒരു അവയവമാണ് പാൻക്രിയാസ്. പാൻക്രിയാസിൽ 100,000 തരത്തിലുള്ള കോശങ്ങൾ വിഭാഗത്തിൽപ്പെട്ട് പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കോശങ്ങളാണ് പാൻക്രിയാസിൽ അടങ്ങിയിട്ടുള്ളത്. പാൻക്രിയാസ് ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും നമുക്ക് പാൻക്രിയാസിൻ്റെ പല പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല. ഈ പാൻക്രിയാസാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കോശം. എനിവേ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ പാൻക്രിയാസിനെ കുറിച്ചാണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പാൻക്രിയാസിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? വേറെ ആരും ഇത് പറയണ കേൾക്കാറില്ലല്ലോ. കാരണം എല്ലാവരും ഹാർട്ടിനെ കുറിച്ച് പറയുന്നു, തലച്ചോറിനെ കുറിച്ച് പറയുന്നു, കിഡ്നികളെ കുറിച്ച് പറയുന്നു. പക്ഷേ മറ്റുള്ള അവയവങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത പാൻക്രിയാസിനുണ്ട്. അതായത് പാൻക്രിയാസിന് സ്വയം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. മറ്റുള്ള അവയവങ്ങൾക്കൊന്നും ആ ഒരു കഴിവില്ല. എന്തുകൊണ്ടാണ് പാൻക്രിയാസിന് ഇങ്ങനെ സ്വയം നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത്? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസപദാർത്ഥങ്ങളാണ് ഇതിന് കാരണം. എൻസൈംസ് എന്നറിയപ്പെടുന്ന ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്സ്, വളരെ ശക്തിയുള്ള എൻസൈംസാണ് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻസൈംസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ എൻസൈംസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പാൻക്രിയാസിന് എന്തെങ്കിലും ഒരു ദോഷം അല്ലെങ്കിൽ ഒരു രോഗം വന്നതിൻ്റെ ഫലമായി ഈ എൻസൈംസ് ലീക്ക് ഔട്ട് ചെയ്താൽ പിന്നെ ഒരു മാലപ്പടക്കത്തിന് തീ പിടിച്ച പോലെയാണ്. ഈ എൻസൈം തന്നെ മറ്റുള്ള കോശങ്ങളെ നശിപ്പിക്കുകയും അവയിൽ അടങ്ങിയിട്ടുള്ള എൻസൈംസിനെ വീണ്ടും തുറന്നു വിടുകയും ചെയ്യുന്നു. സംഗതി പിടികിട്ടിയോ? അപ്പോൾ ഒരു കോശത്തിൻ്റെ അകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള എൻസൈം ഉണ്ടെന്ന് കരുതുക. ഈ കോശം രോഗം വന്നിട്ട് ഈ കോശം ലീക്ക് ചെയ്യും, ഈ എൻസൈം ലീക്ക് ഔട്ട് ആവുന്നു എങ്കിൽ ഈ എൻസൈം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ലീക്ക് ഔട്ട് ആയ എൻസൈം അതിൻ്റെ അടുത്ത് കിടക്കുന്ന മറ്റുള്ള എല്ലാ കോശത്തെയും
ആക്രമിക്കും. എന്നിട്ട് അവയിൽ നിന്നും വീണ്ടും എൻസൈം ലീക്ക് ഔട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും. അതിനാൽ ഇറ്റ് ബിക്കംസ് എ ചെയിൻ റിയാക്ഷൻ. പിടിച്ചാൽ കിട്ടാത്ത, അതായത് നമുക്ക് പിടിച്ച് കെട്ടിയിടാൻ പറ്റാത്ത തരത്തിൽ കൈവിട്ടു പോകും കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം, അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്, എസ്പെഷ്യലി ആൽക്കഹോളിക്സിൽ. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഇപ്പോഴും ഇത്രയേറെ വൈദ്യശാസ്ത്രം പുരോഗമിച്ചതിന് ശേഷവും അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഒരു എന്താ പറയുക, ഒരു ഭീകര സ്വപ്നമാണ്. ഇറ്റ്സ് എ നൈറ്റ് മെയർ, നോട്ട് ജസ്റ്റ് ഫോർ ദ പേഷ്യൻറ്റിന് മാത്രമല്ല, അത് സഫർ ചെയ്യുന്ന രോഗിക്ക് മാത്രമല്ല, അത് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും വൈദ്യശാസ്ത്രത്തിനും അതൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറാറുണ്ട്. കാരണം ഇതാണ്, ഒരു കോശം പാൻക്രിയാസിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും എൻസൈംസ് ലീക്ക് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവ മറ്റുള്ള കോശങ്ങളെയും നശിപ്പിക്കും. ആ നശിപ്പിക്കപ്പെടുന്ന കോശങ്ങളിൽ നിന്ന് വീണ്ടും എൻസൈം ലീക്ക് ഔട്ട് ചെയ്ത് വീണ്ടും കൂടുതൽ കോശങ്ങളെ നശിപ്പിക്കും. അങ്ങനെ ദേഹമാസകലം, ശരീരമാസകലം നശീകരണം നടക്കുന്നതിൻ്റെ ഫലമായി മൾട്ടി ഓർഗൻ ഫെയിലിയർ, പ്രധാന അവയവങ്ങളായ കിഡ്നി, ലിവർ, ഹാർട്ട് എന്നിവ ഷട്ട് ഡൗൺ ചെയ്യുന്നു. അതായത് പണിമുടക്കുന്നു, മരണത്തിന് കാരണമാവുന്നു. അപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ്, അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിന് ഇപ്പോഴും സാമാന്യം കൂടിയ മോർബിഡിറ്റി വളരെ വളരെ കൂടുതലാണ്. മോർട്ടാലിറ്റി ഇപ്പോഴും സാമാന്യം കൂടുതലാണ്. മറ്റുള്ള പല രോഗങ്ങളുടെയും മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് നമുക്ക് വളരെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. പാൻക്രിയാറ്റൈറ്റിസിൻ്റെ മരണനിരക്ക് പക്ഷെ അത്രയ്ക്ക് നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ പാൻക്രിയാറ്റൈറ്റിസ് പെട്ടെന്ന് വരുന്നതാണ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ഓറിജിൻ. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത് മാസങ്ങളോ വർഷങ്ങളോ നിലനിൽക്കുന്ന പാൻക്രിയാറ്റൈറ്റിസ് ആണ്. അപ്പോൾ ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണ്? ഏറ്റവും പ്രധാന കാരണം പലതുകൊണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാന കാരണം, ഒന്ന് ഗോൾ സ്റ്റോൺസ്, രണ്ട് അമിതമായി ഈ കപ്പ പോലത്തെ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ കടിക്കുന്നവരിൽ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഒരു വിഷയമായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ കേരളത്തിൽ, ഞാൻ ഇതിനു മുമ്പ് വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ട്, കേരളത്തിലും സൗത്ത് അമേരിക്കൻ ചില രാജ്യങ്ങളിലും കാണപ്പെടുന്ന FCPD എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രമേഹത്തിൽ കപ്പ അമിതമായി കഴിക്കുന്നവർക്ക് പ്രശ്നമാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിൽ ഈ പറയുന്ന ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വരാൻ സാധ്യതയുള്ള. അപ്പോൾ ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വരുമ്പോൾ ദർ ഈസ് എ ചാൻസ്, അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് എൻസൈംസ് ലീക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഗോൾ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ പിത്തസഞ്ചിയിൽ വരുന്ന കല്ലുകളാണ് ഗോൾ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഗോൾ സ്റ്റോൺസ് നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഈ എൻസൈംസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഡക്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ എൻസൈംസ് വരുന്ന ഡക്ട്സ് വഴിയാണ്. ഹോർമോൺസ് വരുന്ന ഡക്റ്റ് ഇല്ലാത്ത, അതായത് ട്യൂബ് ഇല്ലാത്ത രീതിയിലാണ്, നേരെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് ഹോർമോൺസ് പോകുന്നത്. എന്നാൽ എൻസൈംസ് ഈ ട്യൂബ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്യൂബ് ബ്ലോക്ക് ആയാൽ, സ്റ്റോൺ കാരണം, കല്ല് കാരണം, പിത്തസഞ്ചിയിലുള്ള കല്ല് കാരണം ഈ പാൻക്രിയാസിൽ നിന്ന് എൻസൈംസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ ട്യൂബിന് ബ്ലോക്കേജ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിന്, അക്യൂട്ട് അല്ലെങ്കിൽ സാധാരണ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിന് കാരണമാവാറുണ്ട്. അപ്പോൾ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസും ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ബിക്കോസ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വേറെ പല കോംപ്ലിക്കേഷൻസിനും കാരണമാവാറുണ്ട്. അപ്പോൾ ഈ പാൻക്രിയാസ് എന്നുള്ള ഗ്രന്ഥി ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറെ മിക്കവാറും എല്ലാ ഗ്രന്ഥിയുടെയും ട്രാൻസ്പ്ലാന്റേഷൻ ഒരു പരിധിവരെ വിജയകരമായിട്ട് നടത്തിയിട്ടുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റേഷനും നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. കാർഡിയാക് ട്രാൻസ്പ്ലാന്റ്, അതായത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ പോലും നടത്തിയിട്ടുണ്ട്. പിന്നെ വേറെ പലവരും, ഇൻഫാക്ട് ഫേസ് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചില ലേഖനങ്ങളൊക്കെ ഈയിടെ കാലങ്ങളിൽ വായിക്കാനിടയായി. എന്നാൽ പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോഴും അത്രയും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വിജയകരമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല. പല രോഗികളിലും പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റേഷൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ പാൻക്രിയാസ് മാത്രമല്ല, കിഡ്നീസും അതിൻ്റെ ഒപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റേഷൻ അലോങ് വിത്ത് ദ കിഡ്നീസ്, കമ്പൈൻഡ് റീനൽ ആൻഡ് പാൻക്രിയാറ്റിക്
ട്രാൻസ്പ്ലാന്റേഷൻ അത്രയും പാൻക്രിയാസിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വിജയകരമായിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം പലതുമുണ്ട്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനം ഇപ്പോഴും എവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളതാണ് സത്യം. പല പ്രവർത്തനങ്ങളും ഇപ്പോൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പല പദാർത്ഥങ്ങളും പല ഹോർമോൺസിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും നമുക്കിപ്പോഴും വ്യക്തമല്ല. ഇപ്പോഴും നമ്മൾ പുതിയ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? അതിലൊന്നാണ് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോൺ ഇൻസുലിൻ ഇഞ്ചക്റ്റബിൾസ് GLP-1 അനലോഗ്സ് എന്ന് പറഞ്ഞ ഒരു ഇനം മരുന്നുകളുണ്ട്. ഈ GLP-1 അനലോഗ്സിൻ്റെ യഥാർത്ഥ പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കിയത് വളരെ അടുത്താണ്. ഇൻസുലിൻ 100 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. പക്ഷേ GLP-1 അനലോഗ്സ് നമ്മൾ ഈയിടെയായിട്ടാണ് മനസ്സിലാക്കിയത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ലോക്കൽ ഹോർമോൺസ് ആണ്, അതായത് കുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോക്കൽ ഹോർമോൺസ് ആണ് എന്നും അവ പിന്നെ എങ്ങനെ പാൻക്രിയാസിൽ പ്രവർത്തിക്കുന്നു എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഈയിടെയായിട്ടാണ്. അപ്പോൾ ഓർമ്മയിരിക്കട്ടെ, ഈ ഹോർമോൺസ് എന്ന് പറയുന്ന ഈ പദാർത്ഥങ്ങൾ പാൻക്രിയാസിൽ നിന്ന് ഒത്തിരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പാൻക്രിയാസ് ഒരു സ്പെക്ട്രം, ഒരു വലിയ ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാൻക്രിയാസിന് അത്രയും ലാഘവത്തോടെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ആളൊരു വൻ പുലിയായിട്ട് തന്നെ വേണം കരുതാൻ. കാരണം അവൻ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിനെ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്യാം. ഈ ചെറിയൊരു അവയവം മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവയവത്തിൻ്റെ എന്തെങ്കിലും ഒരു തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഏതെങ്കിലും ഒരു ട്യൂബിന് ബ്ലോക്കേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ റെക്ക് ഹാവക്ക്. അതായത് ശരീരത്തിൽ അത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അവയവമാണ്. സാധാരണ വ്യക്തികളിൽ, മിക്കവാറും വ്യക്തികളിലൊന്നും അത് കുഴപ്പമില്ലാതെ അവിടെ കിടക്കും. വല്ലപ്പോഴൊരിക്കൽ അത് പ്രവർത്തനം കുറയ്ക്കും. ചില കോശങ്ങളുടെ പ്രവർത്തനം കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്ന പ്രമേഹം എന്നുള്ള രോഗമുണ്ടാകുന്നത്. അതറിയാമല്ലോ. അപ്പോൾ ബീറ്റാ സെൽസ് ഓഫ് ദ ഐലറ്റ്സ് ഓഫ് ലാംഗഹാൻസ് എന്ന് പറയുന്ന ആ ഒരു ഇനം കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ ആഗ്നേയഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന വെറും ഒരു ഹോർമോൺ മാത്രമാണ്. ആഗ്നേയഗ്രന്ഥികൾ എന്ന് പറഞ്ഞ വലിയൊരു വിഷയം തന്നെയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു തുടക്കം കുറിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.